ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. കേൾക്കുന്നുണ്ടോ? ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, എന്റെ പേര് ആതിര. ഞാനാണ് നിൽക്കുന്ന ഹിസ്റ്ററിയുടെ ക്ലാസ് എടുക്കുന്നത്. എല്ലാവരും ഭക്ഷണം കഴിച്ചോ? കേൾക്കുന്നില്ലേ? ഹലോ. കേൾക്കുന്നുണ്ട് മാം. ആ, ഓക്കെ ഓക്കെ. നിങ്ങളുടെ പഠനമൊക്കെ എവിടം വരെ ആയപ്പോ? ഐഷ, നമ്മളപ്പോ ഇന്ന് എടുക്കാൻ പോകുന്നത് സിലബസിൽ തന്നെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ്. കേരളമാണ് എടുത്തുകൊണ്ടിരുന്നത്. എന്താണ് കേൾക്കുന്നില്ലടാ? കേരളത്തിലാണ് എടുത്തുകൊണ്ടിരുന്നത്. അധികള് അത് അശ്വതി മിസ് അല്ലേ എടുക്കുന്നത്? അശ്വതി മിസ് ആണ് എടുത്തിരുന്നത്. ഞാൻ സാറ് എടുത്തിരുന്നതിന്റെ ബാക്കിയാണ് എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ച് ഹിസ്റ്ററിയിലെ ഭാഗങ്ങളാണ് എടുക്കുന്നത് കേട്ടോ. സിലബസ് കയ്യിലില്ലേ നിങ്ങളുടെ? സിലബസ് എല്ലാവരും എടുത്തു വെച്ചിട്ടല്ലേ നിങ്ങൾ പഠിക്കുന്നത്? ഓരോ ഭാഗം അതിനനുസരിച്ച് തന്നെ കവർ ചെയ്യുന്നതായിരിക്കുമല്ലോ നല്ലത്. ഇപ്പൊ എല്ലാരും ആയോ? സാറ് നിങ്ങൾക്ക് എവിടം വരെയാണ് എടുത്തത്? കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ആരെങ്കിലും ഒന്ന് റിപ്ലൈ തരണേ. അതെ, കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് എടുത്തത്. അപ്പം സാർ അത് കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ പാട്ട്. നമുക്കപ്പോ ഇത് തുടങ്ങാം. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ. ഓക്കെ, അതില് നമ്മള് പഴശ്ശി വിപ്ലവത്തെ കുറിച്ചിട്ടാണ്, പഴശ്ശി യുദ്ധങ്ങളെ കുറിച്ചിട്ടാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാപമാണ് നമുക്കറിയാം. എന്താണ്? പഴശ്ശി വിപ്ലവം അല്ലെ? ഓക്കെ, പഴശ്ശി വിപ്ലവം നമ്മള് രണ്ട് കാലഘട്ടങ്ങളിലായിട്ടാണ്, അത് ഒന്നാം പഴശ്ശി വിപ്ലവം എന്നും രണ്ടാം പഴശ്ശി വിപ്ലവം എന്നും രണ്ട് കാലഘട്ടങ്ങളിലായിട്ടാണ് അതിനെ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് നമുക്ക് പഴശ്ശിരാജ അല്ലെ, നമ്മളെല്ലാരും കേട്ടിട്ടുണ്ട്. പഴശ്ശിരാജ ആരാണ്? കോട്ടയം രാജവംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയാണ് ആരാ? പഴശ്ശിരാജ. എന്താണ് പഴശ്ശിരാജയുടെ പൂർണ്ണമായ പേരെന്താണ്? കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. പേര് വ്യക്തമായതുപോലെ തന്നെ പഠിക്കുക കേട്ടോ. കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. ഓക്കെ, അദ്ദേഹത്തിന്റെ രാജവംശം എന്ന് പറയുന്നത് എന്താണ്? കോട്ടയം രാജവംശത്തിലാണ് പഴശ്ശിരാജ ജനിച്ചത്. ഓക്കെ, അതിന്റെ യുദ്ധ കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്? 1793 മുതൽ 1805 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് പ്രധാനമായും പഴശ്ശി കലാപങ്ങള് നടന്നത്. 1793 മുതൽ 1805 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് പഴശ്ശി വിപ്ലവങ്ങള് നടന്നത്. ഓക്കെ, പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ എവിടെയായിരുന്നു? പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ, സ്പീഡ് കൂടുതലാണെങ്കിൽ പറയണം കേട്ടോ. പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളിലെ പഴശ്ശി വിപ്ലവത്തെ കുറിച്ചിട്ടാണ് കേട്ടോ. പുതിയതായി കേരള അറിയാൻ വേണ്ടി പറയുന്നതാണ്. ദക്ഷിണേന്ത്യയില് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏറ്റവും ശക്തമായൊരു ചെറുത്തുനിൽപ്പ് കലാപമാണ് പഴശ്ശി കലാപം എന്ന് പറയുന്നത്. നമ്മൾക്ക്
ഇങ്ങനെ ഓരോന്നും ഓരോ സെന്റൻസ് വൈസ് ആയിട്ട് പറയാൻ കാരണം നമുക്കറിയാം ഇപ്പൊ PSC എക്സാം എന്ന് പറയുന്നത് എങ്ങനെയാണ്, സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ, പ്രസ്താവന വൈസ് ആണ്. അപ്പൊ നമുക്ക് എല്ലാ ഭാഗങ്ങളും പഠിച്ചിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറയുള്ളൂ. അല്ലാതെ പഠിച്ചിട്ടുള്ള എന്ന് നടന്നു എന്ന് മാത്രം നമുക്ക് പഠിച്ചു വെച്ചിട്ട് എക്സാമിന് പോകാൻ പറ്റില്ല. അതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. കാരണം എന്താണ്, പ്രസ്താവന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടവരായിരിക്കാം അല്ലെ. ഓക്കെ, അപ്പൊ ഹിസ്റ്ററി പ്രധാനമായിട്ട് ഹിസ്റ്ററിയിലെ എല്ലാ ഭാഗങ്ങളും എന്താണ്, എന്താണ് സംഭവം നടന്നത്, ഇന്ന് മുതൽ നടന്നു, എന്തെല്ലാം അതിൽ നടന്നു കൃത്യമായ രീതിയിൽ അത് അവലോകനം കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രം നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, പഴശ്ശിരാജാവില് നമ്മൾ എന്താ പറയാൻ പോകുന്നത്, ആദ്യമായി കോട്ടയം രാജവംശം സ്ഥാപിച്ചതാരാണ്? ഹരിശ്ചന്ദ്ര പെരുമാളാണ് കോട്ടയം രാജവംശം സ്ഥാപിച്ചത്. ഇനി കേരളവന്മയെ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? സർദാർ KM പണിക്കരാണ്. കേരളവർമ്മ പഴശ്ശിരാജയെ അപ്പൊ ആ പേര് വിശേഷിപ്പിച്ചതാരാണ്? സർദാർ KM പണിക്കരാണ്. ഇത് PSC ആവർത്തിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് കേട്ടോ, ശ്രദ്ധിക്കുക. ഇനി പഴശ്ശിരാജയ്ക്ക് ആകെ ഒരു പേര് മാത്രമാണോ ഉള്ളത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പഴശ്ശിരാജയെ ഒറ്റിയോട്ട് രാജ, പഴശ്ശിരാജ എന്നീ രണ്ട് പേരുകളിലാണ് ബ്രിട്ടീഷ് രേഖകളില് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ പേര് ശ്രദ്ധിക്കുക, എന്തൊക്കെയാണ്? ഒറ്റിയോട്ട് രാജ എന്നോ പഴശ്ശിരാജ എന്ന പേരിലും പഴശ്ശിരാജ അറിയപ്പെടുന്നത്. ഇനി പഴശ്ശിരാജയുടെ പ്രധാന കേന്ദ്രമായിരുന്നു എന്ത്? കുരളിമല. കേട്ടിട്ടുണ്ടോ നിങ്ങള്? കുരളിമല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബ്രഹ്മഗിരി കുന്നുകളിലാണ്. ബ്രഹ്മഗിരി കുന്നുകളിലാണ് കുരളിമല സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അന്നത്തെ കാലഘട്ടത്തിലെ പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രിയായിട്ട് അറിയപ്പെട്ടിരുന്നത് ആരാണ്? കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരാണ്. അന്നത്തെ പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രിയായിരുന്നു ആര്? കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. ഇനി പഴശ്ശിരാജയുടെ സർവ സൈനാധിപനായിട്ട് എക്കാലത്തും കൂടെ നിന്നിരുന്ന വ്യക്തിയായിരുന്നു ആര്? പഴശ്ശിരാജയുടെ സർവ സൈനാധിപനായിരുന്നു കൈതേരി അമ്പു നായർ. പഴശ്ശിരാജയുടെ സർവ സൈനാധിപനായിരുന്നു കൈതേരി അമ്പു നായർ. ഇനി ഏത് രീതിയിലുള്ള കലാപമുറകളാണ്, യുദ്ധമുറകളാണ് പഴശ്ശിരാജ സ്വീകരിച്ചിരുന്നത്? പ്രധാനമായിട്ടും ഗൊറില്ല മുറയാണ്. അതായത് ഗൊറില്ല മുറ എന്ന് വെച്ചാൽ ഒളിപ്പോര് എന്ന യുദ്ധതന്ത്രമാണ് പഴശ്ശിരാജ എന്താണ് തന്റെ യുദ്ധങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വീകരിച്ചിരുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ എവിടെ വരെയാണ് പറഞ്ഞത്? കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിശ്ചന്ദ്ര പെരുമാളാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കേരള സിംഹം പഴശ്ശിരാജ എന്ന പേര് ആരാണ് വിശേഷിപ്പിച്ചത്? സർദാർ KM പണിക്കര്. ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജ അറിയപ്പെടുന്നത് ഏത് പേരിലൊക്കെയാണ്? ഒറ്റിയോട്ട് രാജ, പഴശ്ശിരാജ എന്നീ പേരുകളിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരായിരുന്നു പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രിയായിരുന്നത്. ഇനി പഴശ്ശിരാജയുടെ സർവ സൈനാധിപൻ ആരായിരുന്നു? അമ്പുനായർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി കിടക്കാൻ പോകുന്നത് ഒന്നാം പഴശ്ശി വിപ്ലവത്തെ കുറിച്ചിട്ടാണ്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് എപ്പോഴാണ്? 1793 മുതൽ 1897 വരെയുള്ള കാലഘട്ടത്തിലാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടക്കുന്നത്. ആ ഇയർ നോട്ട് ചെയ്യാം. ഒന്നാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് എന്നാണ് 1793 മുതൽ 1790 വരെയുള്ള കാലഘട്ടം. ഓക്കെ, ഇപ്പോഴേ മനസ്സിൽ ഓർത്തില്ല കേട്ടോ. നമ്മള് ഈ ക്ലാസ്സിലൂടെ നിന്ന് പഠിച്ചു കൊടുക്കണം നമ്മള് കേട്ടോ. ഇനി എന്താണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം? ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണത്തെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. 1792 ശ്രീരംഗപട്ടണം സന്ധിയോടുകൂടി മലബാർ കൊച്ചി പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിച്ചു.
എന്താണ് 1892 ശ്രീരംഗപട്ടണം ഉടമ്പടിയോടുകൂടി മലബാർ കൊച്ചി പ്രദേശങ്ങൾ ആരാണ് കൈക്കലാക്കിയത്? ബ്രിട്ടീഷുകാര് കൈക്കലാക്കി. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈ ഒന്നാം നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് കൊടുത്തില്ല. ഓക്കെ. ഇനി ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിലേക്ക് നയിച്ചത് അല്ലെ? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിലേക്ക് നയിച്ചത്. ഓക്കെ. ഇനി ഇതിന്റെ ഇടനിലക്കാരനായി നിന്നിരുന്ന ഒരു രാജാവായിരുന്നു ആര്? ചിറക്കൽ രാജാവ്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ ഇടനിലക്കാരനായിരുന്നതാണ് ചിറക്കൽ രാജാവ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഇടപെടലോടുകൂടി 1797 ഈ യുദ്ധം ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. ആരാണ് ഇടനിലക്കാരനായിരുന്നത്? ചിറക്കൽ രാജാവ്. അപ്പൊ ഇത് നോട്ട് ചെയ്യാം കേട്ടോ. ഇടക്കാരനായിരുന്നത് ആരാണ്? ചിറക്കൽ രാജാവാണ്. ഓക്കെ. ഇപ്പൊ 1797 ആദ്യത്തെ യുദ്ധം അവസാനിച്ചു. പഴശ്ശി വിപ്ലവം യുദ്ധം ആദ്യത്തോടുകൂടി അവസാനിച്ചു. കാലഘട്ടം ഓർത്ത് വെക്കുക, കാരണങ്ങളും ഓർത്ത് വെക്കുക. 1793 to 97 വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം. ഓക്കെ. ഇനി രണ്ടാം പഴശ്ശി വിപ്ലവത്തെ കുറിച്ചാണ് പറയാവുന്നത്. 1800 മുതൽ 1805 വരെയുള്ള കാലഘട്ടത്തിലാണ്. ഇപ്പൊ കേരള കുട്ടികള് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പഴശ്ശി വിപ്ലവത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാം പഴശ്ശി വിപ്ലവത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിന്റെ കാരണങ്ങളും അതിന്റെ വർഷവും പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് കിടക്കുന്നത് രണ്ടാം പഴശ്ശി വിപ്ലവത്തെ കുറിച്ചിട്ടാണ്. 1800 മുതൽ 805 വരെയുള്ള കാലഘട്ടത്തിലാണ്. അതായത് നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തര ഫലമായിട്ടായിരുന്നു എന്ത്? രണ്ടാം പഴശ്ശി വിപ്ലവം ആരംഭിച്ചത്. നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തര ഫലമായിട്ടാണ് രണ്ടാം പഴശ്ശി വിപ്ലവം ആരംഭിച്ചത്. ഇതിന്റെ പെട്ടെന്നുള്ള ഒരു കാരണം എന്തായിരിക്കാം? രണ്ടാം പഴശ്ശി യുദ്ധത്തിന്റെ പെട്ടെന്നുള്ള കാരണം എന്ന് പറയുന്നതാണ് ബ്രിട്ടീഷുകാര് വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് അല്ലെ? പ്രധാന കാരണം എന്താണ്? രണ്ടാം വിപ്ലവത്തിന്റെ ബ്രിട്ടീഷുകാര് വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് രണ്ടാമത്തെ വിപ്ലവത്തിന്റെ പ്രധാന കാരണങ്ങളായിട്ട് പറയുന്നു. ഓക്കെ. അപ്പോ ഈ പ്രശ്നത്തെ നേരിടാനായിട്ട് പഴശ്ശിരാജയെ സഹായിച്ച ഒരു വിഭാഗം ഉണ്ടായിരുന്നു, ഒരു ഗോത്ര വിഭാഗം ഉണ്ടായിരുന്നു. ആരാണ് അവര്? കുറിച്യർ അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗോത്ര വിഭാഗമായിരുന്നു ആര്? കുറിച്യർ. അതായത് അംഗബലം കൊണ്ടോ സംഖ്യബലം കൊണ്ടോ പ്രഗത്ഭരായിരുന്നു ആരെ? കുറിച്യർ. കുറിച്യർ എന്താണ്? ലക്ഷ്യം ഭേദിക്കുന്നവരെന്നാണ് കുറിച്യരെ കുറിച്ച് പറയുന്നത്. കുറിച്യരുടെ അർത്ഥം എന്താണ്? ലക്ഷ്യം ഭേദിക്കുന്നവർ. ഈ കുറിച്യ വിഭാഗമാണ് പഴശ്ശിരാജയെ ബ്രിട്ടീഷുകാരോട് പോരാടാനുള്ള ഒരു സഖ്യമായിട്ട് കൂടെ നിന്നത്. അതായത് ബ്രിട്ടീഷുകാരോട് പോരാടാനുള്ള പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗമാണ് കുറിച്യർ എന്ന് പറയുന്നത്. ആദിവാസി വിഭാഗമാണ് കുറിച്യർ എന്ന് പറയുന്നത്. ഇതിലെ പ്രധാന നേതാക്കൾ ആരാണ്? തലയ്ക്കൽ ചന്തു. തലയ്ക്കൽ ചന്തുവാണ് കുറിച്യരുടെ പ്രധാന നേതാവ്. അപ്പോ തലയ്ക്കൽ ചന്തുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മള് ഒരു യുദ്ധത്തെ കുറിച്ച് കൂടി ഇവിടെ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. PSCയുടെ ചോദിച്ചു വരുന്ന ഒരു ചോദ്യം തന്നെയാണെന്ത്? പനമര യുദ്ധം. 1802 പനമര യുദ്ധം ആരുമായി ബന്ധപ്പെട്ടതാണ്? തലയ്ക്കൽ ചന്തുവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ് പനമര യുദ്ധം എന്ന് നമുക്ക് നോക്കാം. ബ്രിട്ടീഷുകാരുടെ പനമരം കോട്ട തലയ്ക്കൽ ചന്തുവും അദ്ദേഹത്തിന്റെ സംഘങ്ങളും കൂടി 1802 വളയുകയും അവിടെ ആക്രമിക്കുകയും ചെയ്തു. എന്താണ്? തലയ്ക്കൽ ചന്തുവും അദ്ദേഹത്തിന്റെ സഖ്യങ്ങളും കൂടിയിട്ട് 1802 ബ്രിട്ടീഷുകാരുടെ കോട്ടയായ പനമരം കോട്ട വളഞ്ഞ് ആക്രമിക്കുകയുണ്ടായി. അതിനെ തുടർന്നുള്ള യുദ്ധമാണ് പനമര യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ സമയത്ത് മറ്റ് പ്രഗത്ഭരായ ആരാണ്? സേവന്മാരും, അതായത് ക്യാപ്റ്റൻ ഡിക്കൻസറും അതുപോലെ ലെഫ്റ്റനന്റ് മാക്സ്വെല്ലും ഉൾപ്പെടെയുള്ള ധാരാളം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥര് ഈ ഒരു പനമര യുദ്ധത്തിന്റെ പേരിൽ മരണപ്പെടുകയുണ്ടായി. എന്നാൽ 3 വർഷത്തിന് ശേഷമാണ് തലയ്ക്കൽ ചന്തുവിനെ ഇവർക്ക് നേരിടാൻ കഴിഞ്ഞതും
അതുപോലെ തന്നെയാണ് ബ്രിട്ടീഷുകാരുടെ പിടിയിൽപ്പെട്ട ബ്രിട്ടീഷ് സൈന്യം തലക്കൽ ചന്തുവിനെ തൂക്കിലേറ്റി കൊല്ലുകയാണ് ചെയ്തത്. അപ്പൊ 1702 പനമര യുദ്ധം. ആരാണ് നേതൃത്വം നൽകിയത്? തലക്കൽ ചന്തുവും സഖ്യങ്ങളും. അതിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു? ക്യാപ്റ്റൻ ഡിക്കൻസറും ലഫ്റ്റനന്റ് മാക്സ്വെല്ലുമാണ് ഇതിന്റെ മരണപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ. പിന്നീട് 3 വർഷത്തിന് ശേഷമാണ് ബ്രിട്ടീഷുകാർ തലക്കൽ ചന്തുവിനെ പിടികൂടുകയും അദ്ദേഹത്തെ തൂക്കിലേറ്റുകയും ചെയ്തത്. ഓക്കെ, അപ്പൊ അതാണ് പനമര യുദ്ധം തലക്കൽ ചന്തുവുമായി ബന്ധപ്പെട്ട് വരുന്നത് 1802. ഓക്കെ, ഇനി പഴശ്ശി രണ്ടാം പഴശ്ശി വിപ്ലവ കാലഘട്ടത്തിലെ അവിടുത്തെ സബ് കളക്ടർ ആരായിരുന്നു? R.H. വേബർ ആയിരുന്നു. തോമസ് ഹാർവേ വേബർ ആയിരുന്നു. തോമസ് ഹാർവേ എഡിസൺ എഴുതിട്ടില്ലേ? അതുപോലെ തന്നെ മറ്റൊരു പേരാണ് എന്താ? തോമസ് ഹാർവേ വേബർ. T.H. വേബർ എന്നും പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. T.H. വേബർ ആരായിരുന്നു? അന്നത്തെ തലശ്ശേരി സബ് കളക്ടർ ആയിരുന്നു. പഴശ്ശി വിപ്ലവ കാലത്തെ തലശ്ശേരി സബ് കളക്ടർ ആയിരുന്നു ആര്? T.H. വേബർ. ഇനി ഈ കാലഘട്ടത്തില് പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു. അതായത് ആരാണ്? ആർതർ വെല്ലസ്ലി. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ആർതർ വെല്ലസ്ലിയാണ് പഴശ്ശി വിപ്ലവത്തെ ഭരണമായിട്ട് അടിച്ചമർത്തിയത്. പഴശ്ശിക്കെതിരെ യുദ്ധം ചെയ്യാൻ ആർതർ വെല്ലസ്ലി നിയമിച്ച 1200 പോലീസുകാരടങ്ങുന്ന ഒരു സഖ്യം ഉണ്ടായിരുന്നു. അവരെ കോൽക്കർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ആർതർ വെല്ലസ്ലി ഒരുക്കിയ ഒരു പോലീസ് സേന അല്ലെങ്കിൽ ഒരു പോലീസ് സംഘടനയുടെ പേരാണ് 1200ഓളം പോലീസുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോലീസ് സേനയാണ് കോൽക്കർ എന്ന പേരില് അറിയപ്പെടുന്നത്. അതിൽ കോൽക്കറിന്റെ ആരാണ്? ആർതർ വെല്ലസ്ലി ആണ് കോൽക്കർ എന്ന സംഘടനയ്ക്ക് അല്ലെങ്കിൽ കോൽക്കർ എന്ന 1200ഓളം പോലീസുകാരെ അണിനിരത്തിക്കൊണ്ട് പഴശ്ശിരാജയ്ക്ക് പോരാടാനായിട്ട് അനുമതി നൽകിയ ഉദ്യോഗസ്ഥനായിരുന്നു ആര്? ആർതർ വെല്ലസ്ലി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസും നമ്മുടെ PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി 1805 ആയ സമയത്ത് ഒരു രാത്രി 1805 നവംബർ 29 രാത്രിയാണ് ഈ പഴശ്ശിരാജേനെ ഒറ്റുകൊടുക്കുന്നത്. ഒറ്റുകാർ ഒരുപാട് പേരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളും അവിടെ ഉണ്ടായിരുന്നു. ഒറ്റുകാരാണ് അദ്ദേഹം പഠിച്ചിരുന്ന സ്ഥലം ബ്രിട്ടീഷുകാർക്ക് പറഞ്ഞു കൊടുക്കുകയും അത് ഏത് സ്ഥലമായിരുന്നു? പുലിപ്പള്ളി അല്ലെ? കമ്പനി സംഘം എവിടെ നിന്നാണ് പഴശ്ശിരാജയെ കണ്ടെത്തിയത്? പുലിപ്പള്ളി എന്ന സ്ഥലത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അവിടെ വെച്ച് പഴശ്ശിരാജയും സേനാനായകരെയും ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. നവംബർ 30 ഏകദേശം പ്രഭാതത്തോടുകൂടി ബ്രിട്ടീഷ് സൈന്യം പഴശ്ശിരാജയെ വെടിയുതിർക്കുകയും അദ്ദേഹം മരണസമയത്ത് എന്താണ് പറഞ്ഞത്? എന്നെ തൊട്ടശുദ്ധമാക്കരുത് എന്ന് ബ്രിട്ടീഷ് സൈന്യത്തോട് പറഞ്ഞുകൊണ്ടാണ് പഴശ്ശിരാജ മരണമടഞ്ഞെന്നാണ് ചരിത്രരേഖകളിൽ പറയപ്പെടുന്നത്. ചില പുസ്തകങ്ങളിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തതായിട്ടും പറയപ്പെടുന്നുണ്ട് കേട്ടോ. രണ്ട് രീതിയിലും പറയുന്നുണ്ട്, അത് ശ്രദ്ധിക്കാം. ഇനി അങ്ങനെ മരണമടഞ്ഞതിനു ശേഷം ബ്രിട്ടീഷുകാർ തന്നെയാണ് പഴശ്ശിരാജയെ മാനന്തവാടിയില് എല്ലാ ബഹുമതികളോടും കൂടിയിട്ട് സംസ്കാര ചടങ്ങുകളിലൂടെ അദ്ദേഹത്തിന്റെ മറ്റു മരണാനന്തര ചടങ്ങുകളെല്ലാം ചെയ്തത് ആരാണ്? ബ്രിട്ടീഷുകാർ തന്നെ മാനന്തവാടിയിലാണ് അദ്ദേഹത്തെ സംസ്കരിച്ചത്. ഓക്കെ, അപ്പൊ ഇത്തരമാണ് രണ്ടാം വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളായിട്ട് വരുന്നത്. അപ്പൊ രണ്ടാം പഴശ്ശി വിപ്ലവം ഏത് കാലഘട്ടം തുടങ്ങി ഏത് കാലഘട്ടം വരെയാണ്? 1800 മുതൽ 1805 വരെയുള്ള കാലഘട്ടമാണ്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാര് വയനാട് പിടിച്ചെടുത്താണ് പ്രധാനപ്പെട്ട പെട്ടെന്നുള്ള കാരണം അല്ലെ? ക്വസ്റ്റ്യൻ പേപ്പറിലും അതുപോലെ തന്നെയാണ് ചോദിക്കുന്നത്. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ പെട്ടെന്നുള്ള കാരണം എന്താണ് എന്നതുകൊണ്ടിട്ട് കുറെ സെന്റൻസുകൾ പ്രസ്താവനകൾ തന്നിട്ട് നമുക്ക് ചോദിക്കും. അപ്പൊ നമ്മൾ പെട്ടെന്നുള്ള കാരണം അത് കൃത്യമായി തന്നെ പഠിച്ചിരിക്കണം. എന്താണ് പെട്ടെന്നുള്ള കാരണം? ബ്രിട്ടീഷുകാര് വയനാട് പിടിച്ചെടുത്തതാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിലേക്ക് നയിച്ചത്. 1800 മുതൽ
1705 വരെയുള്ള കാലഘട്ടത്തിലാണ് എന്ത് രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്നത്. ഓക്കെ ഓക്കെ സുരഭി, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ ഹിസ്റ്ററി ആണത്, ഇതുപോലെ തന്നെ ഇങ്ങനെ സ്ഥാന രീതിയിൽ തന്നെ പഠിച്ചു പോകണം കേട്ടോ. അതില് എക്സാം ഹോളിൽ നിന്ന് നമ്മള് ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ എന്താണ് നമ്മളിങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിൽ ഇങ്ങനെ പഠിച്ചു പോകരുത്, സ്ഥാന രീതിയിൽ തന്നെ പഠിച്ചു പോവുക. എവിടെ നിന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടോ? പറഞ്ഞ രണ്ട് വിപ്ലവങ്ങൾ ഏത് കാലഘട്ടത്തിലാണെന്ന് വ്യക്തമായി മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പോലെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എല്ലാവരും ഉറങ്ങുകയാണോ? ഹലോ, ഉച്ചയ്ക്ക് ഈ ഒരു സമയമല്ലേ ഹിസ്റ്ററി പഠിക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് എന്താണ്, നമുക്ക് എക്സാം എങ്ങനെയായാലും എന്താണ് നമുക്ക് ലിസ്റ്റിൽ പെടണം അല്ലെ? നമ്മുടെ ലക്ഷ്യമാണ്. നിങ്ങളെല്ലാവരും ലക്ഷ്യമല്ലേ ഒരു ഗവൺമെന്റ് സർവീസിൽ കയറാന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിന്റെ നോട്ട്സ് ടീച്ചർ നാളെ അയക്കുന്നതായിരിക്കും കേട്ടോ. നാളെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ട്സുകളും നാളെ അയക്കുന്നതാണ്. ഓക്കെ, നമ്മള് പഴശ്ശിരാജയുടെ യഥാർത്ഥ നാമം എന്താണ്? പഴശ്ശിരാജയുടെ യഥാർത്ഥ നാമം എന്താണ്? കോട്ടയം കേരള വർമ്മ. നോട്ട് എന്റെ അകത്ത് അയക്കും. നോട്ട് എന്റെ അകത്ത് അയക്കുന്നേ. നോട്ട് ഗ്രൂപ്പിൽ അയക്കുന്നതായിരിക്കും കേട്ടോ. നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇല്ലേ, അതിലേക്ക് അയക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ ഓക്കെ. ഇനി പഴശ്ശിരാജയുടെ രാജവംശം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? കോട്ടയം രാജവംശം. കോട്ടയം രാജവംശം. പഴശ്ശിരാജയുടെ കാലഘട്ടം എന്നാണ്? ഏത് കാലഘട്ടം മുതൽ ഏതുവരെയാണ്? 1793-1895. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു പോവാം കേട്ടോ. ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചു പോവാം. ദക്ഷിണേന്ത്യയില് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായ ഒരു പ്രക്ഷോഭമാണ് എന്താ, വിപ്ലവമാണ് എന്താ പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം അല്ലെങ്കിൽ പെട്ടെന്നുള്ള കാരണം തെറ്റായ നികുതി ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം. ഓക്കെ, ഇനി നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമായി നടന്ന വിപ്ലവം ഏതാണ്? രണ്ടാം പഴശ്ശി വിപ്ലവം. ഓക്കെ, ഇനി കോൾക്കർ എന്ന സംഘടന ഏത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റേതാണ്? കോൾക്കർ എന്ന സംഘടന ആർതർ വെല്ലസ്ലിയാണ്. എത്ര പോലീസുകാരടങ്ങുന്നതാണത്? 1200 പോലീസുകാർ. 1200 പോലീസുകാരടങ്ങുന്ന സംഘടനയാണ് കോൾക്കർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച ആദിവാസി വിഭാഗത്തിലെ പ്രധാന തലവൻ ആരായിരുന്നു? തലക്കൽ ചന്തു. ഇനി അക്കാലഘട്ടത്തിലെ തലശ്ശേരിയിലെ സബ് കളക്ടർ ആരായിരുന്നു? തോമസ് കാർവേ വേബർ. ടി.എച്ച്. ബേബർ. ഓക്കെ, ടി.എച്ച്. ബേബർ ആയിരുന്നു തലശ്ശേരിയിലെ കാലഘട്ടത്തിലെ സബ് കളക്ടർ ആയിരുന്നത്. ഇനി ഏത് കാലഘട്ടത്തിലെ ഏത് പീരീഡിലാണ് പനമര യുദ്ധം നടന്നത്? രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത്. ഏത് വർഷമാണ്? 1802. 1802. പനമര യുദ്ധം ഒരിക്കലും നിങ്ങൾ വിട്ടുപോകരുത്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് കേട്ടോ. ചെറുതാണെന്ന് പറഞ്ഞാൽ നമ്മൾ അത് ജസ്റ്റ് വായിച്ചു പോകും. പക്ഷെ തലക്കൽ ചന്തുവുമായി ബന്ധപ്പെട്ട് വരുന്നതുകൊണ്ട് അതിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. അപ്പോ അത് പഠിക്കുക. 1802 തലക്കൽ ചന്തു പനമര യുദ്ധം അങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ പഠിച്ചു പോകും. ഓക്കെ, ഇനി പഴശ്ശിരാജ് വെടിയേറ്റ് മരിച്ചത് എന്താണ്? 1805 നവംബർ 30. 1805 നവംബർ 30. ഓക്കെ,
അദ്ദേഹം മരിച്ച സ്ഥലമാണ് മാനന്തവാടി. മാനന്തവാടി. മാനന്തവാടിയിൽ തന്നെ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തിയതും എന്താണ്, അദ്ദേഹം മരിച്ചത് എവിടെയാണ്? മാനന്തവാടിയിലാണ്. വയനാട് തന്നെയുള്ള മാനന്തവാടി മാവിലാൻ തോട് എന്ന സ്ഥലത്താണ് അദ്ദേഹം മരണപ്പെട്ടത്. ഓക്കെ, അതൊക്കെ നോട്ട്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും കേട്ടോ, നിങ്ങൾ പോയി നോക്കിക്കോ. ഇനി പഴശ്ശിരാജ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന പേര് വിശേഷിപ്പിച്ചതാരാണ്? സർദാർ കെ.എം. പണിക്കർ. പണിക്കരാണ് കേരള സിംഹം എന്ന പേര് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. കലക്കൽ ചന്തു ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പനമര യുദ്ധം. പനമര യുദ്ധം. കണ്ടോ? പനമരം എന്ന് പറയുന്നത് ഏത് സ്ഥലത്താണ്? വയനാട് എന്നുള്ളൊരു പ്രദേശം തന്നെയാണ് കേട്ടോ പനമരം. ഓക്കെ, 1802 പനമര യുദ്ധം നടന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? സർദാർ കെ.എം. പണിക്കർ. കേരള സിംഹം എന്ന പുസ്തകം രചിച്ചതും പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതും ആരാണ്? സർദാർ കെ.എം. പണിക്കർ തന്നെയാണ് കേട്ടോ. രണ്ടും മാർക്ക് പോയത്, രണ്ടും ഒരാൾ തന്നെയാണ്. പുസ്തകം എഴുതിയതും അദ്ദേഹത്തെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതും ആര് തന്നെയാണ്? സർദാർ കെ.എം. പണിക്കർ തന്നെയാണ്. ഓക്കെ, ഇനി പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? കെ.എൻ. കുറുപ്പ്. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് കെ.എൻ. കുറുപ്പാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, പല ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മുണ്ടക്കയം ഗോപിയാണ്. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ, ശ്രദ്ധിക്കുക, പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മുണ്ടക്കയം ഗോപിയാണ്. പേരുകളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചു പോവാട്ടോ. ഇനി പഴശ്ശി സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മാനന്തവാടി. മാനന്തവാടി എവിടെയാണ്? വയനാട്ടില്. വയനാട്ടിലാണോ? കണ്ണൂരല്ലേ? കണ്ണൂരല്ലേ? വയനാട്ടിലാണ് അല്ലേ? ഓക്കെ, ഇനി പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ഈസ്റ്റ് ഹിൽസിലാണ്. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ഈസ്റ്റ് ഹിൽ എന്ന പ്രദേശത്താണ്. ഓക്കെ, ഇനി പഴശ്ശി ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വളപട്ടണം. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം പുഴയിലാണ്. വളപട്ടണം പുഴ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ. ഓക്കെ, വളപട്ടണം പുഴ കണ്ണൂരാണ്. ഇതൊക്കെ നിങ്ങൾ ഇപ്പോഴേ തന്നെ പഠിച്ചു കേട്ടോ. നമ്മുടെ മനസ്സിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറക്കില്ല. പിന്നെന്താ, റിവൈസ് ചെയ്യണം. എടുക്കുന്ന ക്ലാസ്സുകൾ റിവൈസ് ചെയ്ത് പോകാം. നമ്മൾ എത്രത്തോളം റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സാം എഴുതാൻ നന്നായിട്ട് പറ്റും. നമ്മള് എഴുതി വെച്ച നോട്ട്സുകൾ പിന്നെ അവിടെ വെച്ചിട്ട് പോവാതെ അങ്ങനെ വെച്ച് പോവാണെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് അവിടെ തന്നെ ഇരിക്കും അല്ലെ, നമ്മുടെ മൈൻഡിൽ പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മളത് എന്താണ്, നമ്മളതിന് ടൈം കണ്ടെത്തി നമുക്ക് എല്ലാവർക്കും പറ്റും, എല്ലാവർക്കും സമയമുണ്ട്, എല്ലാവർക്കും സാഹചര്യങ്ങളും ഉണ്ടാവും. നമ്മളതിന് സമയം നമ്മൾ കണ്ടെത്തുക. നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ അതിന് വേണ്ടതായ നമ്മളുടേതായ പ്രയത്നങ്ങൾ എടുക്കുവാണെങ്കിൽ നമ്മൾ എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. നമുക്കിപ്പോ ചെയ്യാൻ എന്താ, പഠിക്കാവുന്ന ഭാഗങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. പഠിക്കുന്ന ഭാഗങ്ങൾ റിവൈസ് ചെയ്യുക. വെറുതെ ഒരു നോട്ട് എഴുതി കഴിഞ്ഞതിന് ശേഷം അത് അവിടെ അടച്ചു വെക്കുകയല്ല വേണ്ടത്. എന്താണ്, റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്തുകൊണ്ടിരുന്ന ഒരിക്കലും നമ്മുടെ മനസ്സിൽ ആ ക്വസ്റ്റ്യൻസ് മായില്ല. അത് അങ്ങനെ തന്നെ കിടക്കും. നിങ്ങൾക്ക് എന്തായാലും എക്സാം ഹോളിൽ അത് കൃത്യമായ രീതിയിൽ, ആരും പേടിക്കേണ്ട, ഒന്നും ഓർമ്മ കിട്ടില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത്. കൃത്യമായ രീതിയിൽ നമ്മുടെ മെമ്മറി ആ സമയത്ത് നമ്മൾ പ്രവർത്തിച്ചിരിക്കും. ടെൻഷൻ അറിയുന്ന സംഭവിക്കുന്നത് നമ്മുടെ ആൻസറിലേക്ക് എത്താൻ പറ്റാത്തത്. പിന്നെ എന്താണ്, ഹിസ്റ്ററി എന്ന ഭാഗത്ത് പ്രസ്താവന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്താണ്, ഇപ്പൊ പഴശ്ശിരാജനെ കുറിച്ച് പഠിക്കുന്ന പഴശ്ശിരാജയുടെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏത് രീതിയിലും ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് എഴുതാൻ പറ്റും. അതാണ് പ്രസ്താവന രീതിയിൽ നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് പഠിക്കും. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ടൈം മാനേജ്മെന്റും അതുപോലെ തന്നെ എന്താണ് കൃത്യമായ രീതിയിൽ ആൻസറിലേക്ക് എത്താൻ. ആദ്യം തന്നെ നമ്മള് ക്വസ്റ്റ്യൻസ് എലിമിനേറ്റ് ചെയ്ത് പഠിക്കാൻ കഴിയും. നിങ്ങൾക്കറിയോ അത് എങ്ങനെ ചെയ്യണ്ടെന്ന്? അതായത് നമ്മൾ 4 ഓപ്ഷൻസ് ഉണ്ടാവും. 4 ഓപ്ഷൻസിൽ 2 എണ്ണം നമ്മൾ ഷുവർ അല്ല എന്നുള്ളത് എടുത്ത് കളയാൻ നമ്മൾ അത്രത്തോളം നമ്മൾ അത് പഠിച്ചിട്ടുണ്ടാവണം. 2 ഓപ്ഷൻസ് നമ്മൾ കളഞ്ഞിട്ടുണ്ടാവും. ഇതിലേതെങ്കിലും ഷുവർ ആണെന്ന് നമുക്കറിയാം. ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഓക്കെ,
മ്യൂട്ട് ചെയ്യണേ രേവതി. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് പഴശ്ശി ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതാണ് പറയുന്നത്? വളപട്ടണം പുഴയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇനി പഴശ്ശി ഗുഹ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം. മലപ്പുറം ജില്ലയിലാണ് പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഇനി പുൽപ്പള്ളി, അതായത് വയനാട്ടിലെ പുൽപ്പള്ളിയിലാണ് പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? വയനാട്ടിലെ പുൽപ്പള്ളിയിലാണ് പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, പുൽപ്പള്ളിയിലെ മട്ടന്നൂർ എന്ന പ്രദേശത്താണ് പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങള് പഴശ്ശിരാജ എന്ന സിനിമ മമ്മൂട്ടിയുടെ കണ്ടതാണോ എല്ലാവരും? കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് മിസ്സേ, ഞാൻ കണ്ടിട്ടുണ്ട്. ആരാണ് അതിന്റെ സംവിധായകൻ? സിദ്ധാർത്ഥൻ മമ്മൂട്ടി. സംവിധായകനോ? ഹരിഹരൻ. ഹരിഹരൻ. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയില്ലേ? എന്താണ്? കേരളം എന്ന പഴശ്ശിരാജയുടെ സംവിധായകനായിരുന്നാണ് ഹരിഹരൻ. ഓക്കെ, അതിൽ അഭിനയിച്ചത് ആരാണ് നമുക്കറിയാം അല്ലേ? മമ്മൂട്ടിയാണ്. ഓക്കെ, അതും PSC ഒരു ഭാഗമാണ് കേട്ടോ ചോദ്യം, മറന്നു പോകരുത്. ഓക്കെ, ഇനി പഴശ്ശിരാജ എന്ന സിനിമയിലെ തലക്കൽ ചന്തുവായിട്ട് അഭിനയിച്ചത് ആരായിരുന്നു? അനുവദിക്കരുത്. മനോജ് KGN. ഓക്കെ, വെരി ഗുഡ്. ഇനി അപ്പൊ പഴശ്ശിരാജയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടോ? ആരാണ് പഴശ്ശിരാജ? മമ്മൂട്ടിയാണെന്ന് പറയുന്നത് കേട്ടോ. ആരാണ് പഴശ്ശിരാജ? അത് കൊള്ളാലോ. മമ്മൂട്ടി. മമ്മൂട്ടി. സിദ്ധാർത്ഥ്, ആരാണ് പഴശ്ശിരാജ? ഇത്രയും നേരം നമ്മൾ ആരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്? കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. ബ്രിട്ടീഷുകാർക്ക് എതിരെ ഏറ്റവും ഒരു ചെറുത്തുനിൽപ്പ് കലാപം നടത്തിയ ഒരു രാജാവാണ് ആര്? പഴശ്ശിരാജ അല്ലെ. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേരെന്താണ്? കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. ഓക്കെ, ഇനി നമ്മളിവിടെ കുറിച്യരെ കുറിച്ച് പറഞ്ഞു അല്ലെ. പഴശ്ശിരാജയെ സഹായിച്ച ആദിവാസി വിഭാഗമാണ് ആര്? കുറിച്യർ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആദ്യത്തെ ഗോത്ര കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് കലാപമാണ്? കുറിച്യർ കലാപത്തിന്റെ കാരണങ്ങൾ. വയനാട്ടിലെ 1812 ഇത് കുറിച്യർ കലാപം നടന്നത്. എന്നാണ് 1812 കുറിച്യർ കലാപം നടന്നത്. കുറിച്യർ കലാപത്തിന്റെയും പ്രധാന കാരണം എന്താണ്? അതായത് കുറിച്യരുടെയും തന്നെ മറ്റൊരു വിഭാഗമാണ് ആര്? ആദിവാസി വിഭാഗമാണ് കുറുമ്പർ. ഈ കുറിച്യരുടെയും കുറുമ്പരുടെയും മേലിൽ എന്താണ് ബ്രിട്ടീഷുകാരെന്താണ് ബ്രിട്ടീഷുകാര് എന്താണ് തെറ്റായ നികുതികളെ ചുമത്തി അവരിൽ നിന്നും എന്താണ് അവരെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അങ്ങനെയാണ് എന്താ അവർ കലാപത്തിലേക്ക് എത്തിപ്പെട്ടത്. ആരൊക്കെയാണ് കുറിച്യ കലാപത്തിൽ പ്രധാനമായിട്ട് വരുന്നത്? കുറിച്യരും കുറുമ്പരും. 1812 ബ്രിട്ടീഷുകാരുടെ എന്താണ് തെറ്റായ നികുതി പരിഷ്കാരങ്ങൾ, അവർക്ക് മേലെ ചുമത്തിയ പരിഷ്കാരങ്ങൾക്ക്, നികുതി പരിഷ്കാരങ്ങൾക്ക് എതിരെയാണ് കുറിച്യര് കലാപം ഉയർത്തിയത്. ഇതിന്റെ പ്രധാന നേതാവ് ആരായിരുന്നു കുറിച്യരുടെ? രാമനമ്പി. രാമനമ്പി. രാമനമ്പി എന്ന് പറയുന്നത് കുറിച്യ വിഭാഗത്തിൽപ്പെടുന്ന ആളാണോ? അല്ല. രാമനമ്പി എന്ന് പറയുന്നത് പഴശ്ശിരാജയുടെ രാജവംശത്തിൽ, കോട്ടയ രാജവംശത്തിൽപ്പെടുന്ന ഒരു ആളാണ് രാമനമ്പി എന്ന് പറയുന്നത്. പക്ഷെ കുറിച്യർ കലാപത്തിന് നേതൃത്വത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ഒരിക്കലും അദ്ദേഹം കുറിച്യ വിഭാഗത്തിൽ പെടുന്ന ആളല്ല കേട്ടോ, വ്യക്തമായി മനസ്സിലാക്കുക. രാമനമ്പി ആരാണ്? പഴശ്ശിരാജയുടെ രാജവംശത്തിൽപ്പെട്ട ആൾ തന്നെയാണ്. പക്ഷെ കുറിച്യർ കലാപത്തിന് അദ്ദേഹം നേതൃത്വം കൊടുത്തു എന്ന് മാത്രം, ഒരിക്കലും അദ്ദേഹം ആദിവാസി വിഭാഗത്തിൽ പെടുന്ന ആളല്ല. ഓക്കെ, ഇനി ഇവർക്ക് മേലെ, ഈ കുറിച്യർക്ക് മേലെ
നികുതി ചുമത്തിയ ആ ഉദ്യോഗസ്ഥന്റെ പേരെന്താണ്? ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ആര്? തോമസ് വാർഡൻ. കേട്ടോ, ആ പേര് ശ്രദ്ധിക്കണം. കുറിച്യർക്ക് നേരെ കുറിച്യർക്കെതിരായിട്ട് നികുതി ചുമത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ആര്? തോമസ് വാർഡൻ എന്ന് പറയുന്നത്. ഓക്കെ, കുറിച്യരുടെ നേതാവ് ആരായിരുന്നു? കുറിച്യരുടെ നേതാവ് ആരായിരുന്നു? രാമനമ്പി. കുറിച്യരുടെ നേതാവായിരുന്നു രാമനമ്പി. ഇനി കുറിച്യർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ മറ്റ് നേതാക്കളായിരുന്നു ആരൊക്കെയാണ്? 3 പ്രധാനപ്പെട്ട നേതാക്കള് കുറിച്യരുടെ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. ആരൊക്കെയാണത്? 1000 വീട്ടിൽ കൊന്തപ്പൻ, വെൺകോലൻ കേളു. കേട്ടോ, 1000 വീട്ടിൽ കൊന്തപ്പൻ ഒരാളുടെ പേരാണ് കേട്ടോ. ആദിവാസി വിഭാഗത്തിലാണ് അതുകൊണ്ടായിരിക്കും അങ്ങനത്തെ പേരുകൾ വരുന്നത് അല്ലെ. എന്താണ്? 1000 വീട്ടിൽ കൊന്തപ്പൻ, അതുപോലെ തന്നെ വെൺകോലൻ കേളു എന്നിവരായിരുന്നു ആര്? കുറിച്യർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ മറ്റുള്ളവർ. ഓക്കെ, ഇനി കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? തൊപ്പിക്കാരെ നാട് കടത്തുക. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. എന്താണ് വട്ടത്തൊപ്പിക്കാരെന്ന് ഉദ്ദേശിച്ചത്? ബ്രിട്ടീഷുകാരുടെ അന്നത്തെ കാലഘട്ടത്തിലെ വേഷം നമുക്ക് അറിയാലോ, വേഷവിധാനങ്ങൾ എങ്ങനെയായിരുന്നു. നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ സിനിമയിൽ കണ്ടതല്ലേ. തൊപ്പിയൊക്കെ വെച്ച് കോട്ടൺ സൂട്ടൊക്കെ ഇട്ട് എല്ലാം സെറ്റായ ആൾക്കാർ അല്ലെ. ആ ഇംഗ്ലീഷ് പ്രൗഢിയോട് കൂടിയിട്ടുള്ള ആ ഒരു മനുഷ്യരായിരുന്നു. ഇംഗ്ലീഷ് പ്രൗഢിയോട് കൂടിയിട്ടുള്ള ഉദ്യോഗസ്ഥരായിരുന്നു അല്ലെ അവരെ. അപ്പൊ ആ ഒരു രീതിയിലാണ് അവരെ അങ്ങനെ സൂചിപ്പിക്കുന്നത് കേട്ടോ. എന്താണ്? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന രീതിയിലാണ് കുറിച്ച് അവരുടെ മുദ്രാവാക്യം ഉയർത്തിയത്. ഓക്കെ, ഇനി 1812 മെയ് 8 ആയപ്പോഴേക്ക് എന്താണ്? ബ്രിട്ടീഷുകാർ കുറിച്യർ ലഹളയെ അടിച്ചമർത്താൻ ശ്രമിച്ചു. 1812 മെയ് 8 കുറിച്യരുടെ കലാപത്തെ ബ്രിട്ടീഷുകാര് അടിച്ചമർത്തിയത്. എന്നാണ് ലഹള തുടങ്ങിയത്? എന്താണ്? 1812 ബ്രിട്ടീഷുകാരൻ നികുതി ചുമത്തി ഈ ലഹളയെ സ്റ്റാർട്ട് ചെയ്തതും അത് അവസാനിക്കുന്നത് എന്നാണ്? 1812 മെയ് 8. മെയ് 8. വർഷങ്ങൾ നന്നായിട്ട് നമ്മൾ പഠിച്ചേ പറ്റൂ കേട്ടോ. വർഷങ്ങളില്ലാത്ത ഒരു PSC എക്സാം നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. വർഷങ്ങൾ നന്നായിട്ട് പഠിക്കും. ഇനി കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്നൊരു പുസ്തകം തയ്യാറാക്കിയത് ആരാണ്? കുമാരൻ വയലേരി. നിങ്ങളെല്ലാം പഠിച്ചിരിക്കുകയാണല്ലേ. ഈ ഭാഗമൊക്കെ നിങ്ങൾ കഴിഞ്ഞാണോ? അപ്പോ സുരഭി കുറച്ച് ഭാഗം പഠിച്ചിട്ടുണ്ട് നേരത്തെ. നമ്മൾക്ക് റാങ്ക് ലിസ്റ്റില് എന്താണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സിലബസ് കവർ ചെയ്യാന്നാണ്. സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എവിടെ നിന്ന് ചോദിച്ചാൽ പോലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ വർക്ക് ചെയ്തേ പറ്റും അല്ലെ. അപ്പൊ എല്ലാവരും സിലബസ് കവർ ചെയ്ത് തന്നെ പോവുക. എന്താണെങ്കിലും ഒരു ചെറിയ ടോപ്പിക് ആണെങ്കിൽ അതിനെക്കുറിച്ച് ജസ്റ്റ് എന്നല്ല, ഇപ്പോൾ സമയമില്ലാത്തവരാണെങ്കിൽ കൂടി എന്താണ് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ അതെന്താണെന്നുള്ളത് ഇപ്പൊ കുറിച്യർ കലാപ അതെന്താണ്? 1812 ഇതിന്റെ നേതാവായ രാമനമ്പിയാണ്. അങ്ങനെ ഒരു ബേസിക് ഐഡിയ എങ്കിലും നമ്മുടെ മനസ്സിൽ അത് ഉണ്ടായിരിക്കണം. എങ്കിലും നമുക്ക് എന്താണ് റാങ്ക് ലിസ്റ്റിലേക്കുള്ള ഒരു ചിലപ്പോൾ ഒരു മാർക്കിനുള്ള ഒരു ഇത് തന്നെയായിരിക്കും. അപ്പൊ എന്താണ് നമ്മൾ ഒരു ഭാഗം പോലും നോക്കാതെ പോകരുത് കേട്ടോ. മിസ്റ്റർ റഫീഖ് സാർ പോയതാണോ അതോ ലീവാണോ? സാറ് ലീവാണ്. ക്ലാസ് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല മിസ്റ്റർ, ചോദിച്ചതാ. ഓക്കെ, സാറ് വരും. സാർ എടുക്കുന്ന പോർഷനിൽ സാറ് കണ്ടിന്യൂ ചെയ്യും കേട്ടോ. സാറ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എടുത്തുകൊണ്ടിരിക്കണം. സാർ എങ്ങനെയപ്പോ നിങ്ങൾക്ക് നോട്ട്സ് വാട്സപ്പിൽ തരുകയല്ലേ ചെയ്യണം? ഗൂഗിൾ ക്ലാസ് റൂമില്. ഓക്കെ, ശരി. സാറ് കംപ്ലീറ്റ് ആക്കോട്ടെ, അത് നിങ്ങൾ പേടിക്കണ്ട. കംപ്ലീറ്റ് ആക്കി തന്നെ ഇരിക്കും. ഓക്കെ, സാറിന് എന്തോ അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ക്ലാസ് എടുക്കാത്തത്. സാറ് വരുന്നതായിരിക്കും കേട്ടോ. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏത് ലഹളയുമായി ബന്ധപ്പെട്ടതാണ്? കുറിച്യർ ലഹള. 1812. 1812. 1814 12 1812. നമ്മൾ എപ്പോഴെന്ന് ചോദിച്ചാൽ നമ്മൾ ആൻസർ പറയണം കേട്ടോ. അപ്പോ നമ്മൾ ഈ ഭാഗം എവിടെ വരെയൊക്കെയാണ് പഠിച്ചതെന്ന്
പഴശ്ശി വിപ്ലവത്തെ കുറിച്ച് പറഞ്ഞു, കുറിച്യർ കലാപത്തെ കുറിച്ച് പറഞ്ഞു. പഴശ്ശി വിപ്ലവം രണ്ട് കാലഘട്ടത്തിലാണ് കടന്നുപോയി എന്ന് പറഞ്ഞു അല്ലെ? ഏതൊക്കെ കാലഘട്ടത്തിലാണ്? 1793, 1890, 1890, 1895. ഓക്കെ. ഒന്നാം പഴശ്ശി വിപ്ലവ കാലഘട്ടം എന്താണ്? 1793, 97. ഓക്കെ. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? തെറ്റായ നികുതി പരിഷ്കാരം, തെറ്റായ നികുതി ശ്രീരംഗപട്ടണ ഉടമ്പടി. ശ്രീരംഗപട്ടണ ഉടമ്പടിയോട് എന്താണ് കൊച്ചി പ്രദേശങ്ങള് ബ്രിട്ടീഷുകാര് കൈക്കലാക്കുകയും അതുപോലെ തന്നെ എന്താണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയവുമാണ് എന്ത് ഒന്നാം പഴശ്ശി യുദ്ധത്തിന്റെ പ്രധാന കാരണമായിട്ട് പറയുന്നത്. ഓക്കെ. ഒന്നാം പഴശ്ശി യുദ്ധത്തിന്റെ പ്രധാന കേന്ദ്രമായിട്ട് അറിയപ്പെടുന്നതാണ് എന്ത്? പുരളിമല അല്ലെ? ഒന്നാം പഴശ്ശി യുദ്ധത്തിന്റെ പ്രധാന കേന്ദ്രമായിട്ട് അറിയപ്പെടുന്നതാണ് എന്ത്? പുരളിമല. ഓക്കെ. ഇനി ബ്രിട്ടീഷുകാർക്കും പഴശ്ശിരാജയ്ക്കും ഇടനിലക്കാരനായി നിന്നിരുന്ന രാജാവ് ആരായിരുന്നു? ചിറക്കൽ രാജാവ്. ചിറക്കൽ രാജാവ്. ചിറക്കൽ രാജാവ്. നാലാം യുദ്ധത്തിന്റെ അനന്തരഫലമായി നടന്ന യുദ്ധം ഏതായിരുന്നു? രണ്ടാം പഴശ്ശി വിപ്ലവം. വിപ്ലവം രണ്ടാം പഴശ്ശി യുദ്ധത്തിന്റെ കാലഘട്ടം എന്നാണ്? 1800, 1805. 1800 മുതൽ 1805 വരെയാണ്. ഓക്കെ. ഇനി രണ്ടാം പഴശ്ശി വിപ്ലവത്തിലെ സൈന്യത്തിൽ നയിച്ചവർ ആരൊക്കെയായിരുന്നു? രണ്ടാം പഴശ്ശി വിപ്ലവത്തിലെ സൈന്യത്തെ നയിച്ചവരാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാറ്, കൈതേരി അമ്പു നായർ, എടച്ചേന കുറുക്കൻ, പള്ളൂർ ഏമൻ നായർ. കേട്ടോ, ഇതൊക്കെ ആരാണ്? ഇതൊക്കെ ഗോത്രവർഗത്തിൽപ്പെടുന്ന വിഭാഗക്കാരാണ്. എന്താണ് സിദ്ധാർത്ഥ്? നോട്ട്സ് അയച്ച് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. നിങ്ങൾ വ്യക്തമായ നോട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്കൊരു ഗ്രൂപ്പില്ലേ ഇതില്, വാട്സപ്പ് ഗ്രൂപ്പ്? ഗൂഗിൾ ക്ലാസ് റൂമിലാണ് നോട്ട്സ് ഒക്കെ ഇടുന്നത്. അപ്പൊ അതിലിട്ട് തരുന്നതായിരിക്കും കേട്ടോ. ടെക്നിക്കൽ ഇടുന്നതായിരിക്കും. നോട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കഴിയുമ്പോ കോഴ്സ് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ. കോൽക്കർ എന്ന സംഘടന ആരുടേതായിരുന്നു പറഞ്ഞത്? കോൽക്കർ എന്ന സംഘടന തുടങ്ങി. ഓക്കെ. അതില് 1200ഓളം പോലീസുകാരാണ് ഉണ്ടായിരുന്നത്. ഓക്കെ. ബ്രിട്ടീഷ് കലാപത്തെ, പഴശ്ശി കലാപത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ആർതർ വെൽസി കൊണ്ടുവന്ന ഒരു പോലീസ് സംഘടനയാണ് എന്ത്? കോൽക്കർ. ആ പേര് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി പഴശ്ശിരാജ വെടിയേറ്റു മരിച്ചത് എന്നാണ്? 1805 നവംബർ 30. നവംബർ 30-നാണ് അദ്ദേഹം മരണമടഞ്ഞത്. ഓക്കെ. എവിടെ വെച്ചാണ് പഴശ്ശിരാജ വെടിയേറ്റു മരിച്ച സ്ഥലമാണേത്? മാനന്തവാടി. മാവിലന്തോട്. മാവിലൻതോട്. മാനന്തവാടി മാവിലൻതോടിലാണ് അദ്ദേഹം മരണമടഞ്ഞത്. ഓക്കെ. തലക്കൽ ചന്തു സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തലക്കൽ ചന്തു സ്മാരകം എവിടെയാണ്? പനമരം. പനമരം എവിടെയാണ്? വയനാട്. വയനാട് ജില്ലയിലെ പ്രദേശം തന്നെയാണ് എന്ത്? പനമരം. ഏത് കാലഘട്ടമാണ്? ഇയർ എന്ന് പറഞ്ഞേ. 1802. 1802-ലാണ് പനമര യുദ്ധം. അപ്പൊ പനമര യുദ്ധം നിങ്ങൾ പഠിച്ചില്ലേ? ഓക്കെ. ഒന്നാം പഴശ്ശി വിപ്ലവം കൂടി പറഞ്ഞേ. എന്നാണ്? ഏത് കാലഘട്ടമാണ് ഒന്നാം പഴശ്ശി വിപ്ലവം? 1793, 97. ഓക്കെ. പഴശ്ശി സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പഴശ്ശി സ്മാരകം മാനന്തവാടി. ഓക്കെ. മാനന്തവാടിയിലാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? പഠിക്കണത് കിട്ടുന്നുണ്ടോ? ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. പഴശ്ശി മ്യൂസിയം എവിടെയാണ്? ഈസ്റ്റ് ഹിൽ. കോഴിക്കോട് ഈസ്റ്റ്. പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹില്ലിലോ. പഴശ്ശി ഡാം എവിടെയാണ്? വളപട്ടണം, കണ്ണൂർ. വളപട്ടണം പുഴയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത്. വളപട്ടണം പുഴ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ. കണ്ണൂർ ജില്ലയിലാണ് വളപട്ടണം പുഴ. എവിടെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇനി പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ. ഓക്കെ. പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലും
പഴശ്ശി കോളേജ് പുൽപ്പള്ളിയിലാണ്. മട്ടന്നൂര്. മട്ടന്നൂരില്. സോറി, പുൽപ്പള്ളി എന്ന് പറയുന്നത് വയനാടും മട്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? കണ്ണൂരുമാണ് കേട്ടോ. രണ്ട് സ്ഥലങ്ങളിലും സ്ഥിതി ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെയാണ്? വയനാട് പുൽപ്പള്ളിയിലും അതുപോലെ തന്നെ കണ്ണൂര് മട്ടന്നൂർ. കണ്ണൂരും മട്ടന്നൂരും. ആ, അത് രണ്ടും അതുപോലെ തന്നെ പഠിക്കുക. ഓക്കെ. കുറിച്യ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ നേതാക്കൾ ആരൊക്കെയായിരുന്നു? രാമനമ്പി. അതൊക്കെ നേതാവായിരുന്നു. കുറിച്യരുടെ നേതാവായിരുന്നു ആര്? രാമനമ്പി. ആയിരം വീട്ടിൽ ആയിരം വീട്ടിൽ കുഞ്ഞപ്പൻ, കേളു. ആയിരം വീട്ടിൽ കോന്തപ്പൻ അല്ല, കൊന്തപ്പൻ. ആയിരം വീട്ടിൽ കൊന്തപ്പൻ, വെൺകോലൻ കേളു കേട്ടോ. വെൺകോലൻ, കേളു എന്നിവരായിരുന്നു കുറിച്യ ലഹളക്ക് നേതൃത്വം നൽകിയ പ്രധാന നേതാക്കൾ. അതിൽ ഏറ്റവും പ്രധാന നേതൃത്വം വഹിച്ചതാരാണ്? രാമനമ്പി. അതിൽ പിന്നിലുണ്ടായിരുന്ന ആൾക്കാരാണ് ആര്? വെൺകോലൻ, കേളു, അതുപോലെ തന്നെ ആയിരം വീട്ടിൽ കുഞ്ഞപ്പൻ. ഓക്കെ. കുറിച്യ ലഹളയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. പുറത്താക്കുക എന്നതായിരുന്നു കുറിച്യരുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. പുറത്താക്കാൻ പറ്റിയോ? ഇല്ല. ആരാണ് അടിച്ചമർത്തപ്പെട്ടത്? കുറിച്യര് തന്നെയാണ് അല്ലെ. 1812 മെയ് 8 കുറിച്യരെ ആരടിച്ചമർത്തപ്പെട്ടു? ബ്രിട്ടീഷുകാര് അടിച്ചമർത്തപ്പെട്ടു. ഓക്കെ. ഇനി കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്നൊരു പുസ്തകം രചിച്ചത് ആരാണ്? കുറിച്യരുടെ കുമാരൻ വയലേരിയാണ് കുറിച്യരുടെ ജീവിതവും സംസ്കാരം എന്ന പുസ്തകം രചിച്ചത്. ഓക്കെ. ഇനി അന്നത്തെ ഞാൻ പറഞ്ഞു, അന്നത്തെ തലശ്ശേരി സബ് കളക്ടർ ആയിരുന്ന ആരാണ്? അദ്ദേഹം പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായാണ് എന്ന് കുറിച്യർ കലാപത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ട സബ് കളക്ടർ ആയിരുന്നു ആര്? എന്താണ് അദ്ദേഹം പറയുന്നത്? ഒരു മാസം കൂടി അല്ലെ, ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്നാണ് ആരഭിപ്രായപ്പെട്ടത്? സബ് കളക്ടറായ TH ബേബർ അഭിപ്രായപ്പെട്ടത്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് കുറിച്യ ലഹളയെ കുറിച്ചോ പഴശ്ശി രണ്ട് കാലഘട്ടത്തിലെ വിപ്ലവത്തെ കുറിച്ചും മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ മനസ്സിലായ കാര്യങ്ങള് നമ്മളുടേതായ രീതിയിൽ നോട്ട്സ് എടുത്തിട്ട് നമ്മളത് എഴുതി നോക്കാം. അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോയിക്കോട്ടെ, സാരമില്ല. എന്നാലും നമ്മളുടെ മനസ്സിൽ ഇപ്പൊ കുറച്ചു നേരം നമ്മുടെ ഷോർട്ട് മെമ്മറിയിൽ കുറച്ച് കാര്യങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ രീതിയിൽ നമ്മുടേതായ ഒരു നോട്ട്, എന്നാണ് പഴശ്ശി വിപ്ലവം നടന്നത്, എന്താണ് അതിന്റെ പ്രധാന കാരണം, ആരാണ് പഴശ്ശി രാജ, അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് എന്താണ്, അദ്ദേഹത്തിന്റെ പ്രധാന സ്ഥലം എവിടെയാണ്, ഇതൊക്കെ നമ്മുടേതായ രീതിയിൽ ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിൽ, ആൻസർ മാത്രം നമ്മുടെ പുസ്തകത്തിൽ എന്ന രീതിയിൽ നമ്മൾ ആൻസർ ചെയ്യാം. അങ്ങനെ എഴുതുമ്പോൾ നമ്മുടേതായ സ്വന്തം നോട്ടാണ് അത്. അതൊരിക്കലും എന്താണ് നമ്മൾ മറന്നുപോകില്ല. പിന്നെ എന്താണ് ശരിക്കുള്ള നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കാറുണ്ട്. ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ തന്നെ എന്റേതായ രീതിയിൽ ഞാൻ എഴുതുമ്പോൾ എനിക്ക് കിട്ടാറുണ്ട്. നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഒന്നാമത് ഇങ്ങനത്തെയുള്ള ടോപ്പിക്കുകളൊക്കെ എന്താണ് കണക്ട് ചെയ്ത് പഠിക്കണം. ഹിസ്റ്ററി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു ഭാരമായിട്ട് വിചാരിക്കണ്ട. നമ്മളിപ്പോ ഒരു സിനിമ കഥ കേൾക്കുന്ന പോലെ പഴശ്ശി വിപ്ലവത്തിൽ എന്തൊക്കെയാണ് നടന്നത് നമ്മളങ്ങനെ ഒന്ന് വിചാരിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ അതിന് ഓരോ പോയിന്റ്സുകൾ നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ട് നമ്മളുടേതായ രീതിയിൽ നോട്ട് ചെയ്ത് കുറച്ചുകൂടി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ എഴുതി വെച്ച കാര്യങ്ങൾ ഒരിക്കൽ കൂടി നമ്മൾ മറക്കില്ല. നമ്മളെ മനസ്സിൽ അതുപോലെ തന്നെ ഉണ്ടാവും. റിവൈസ് ചെയ്താൽ കേട്ടോ. റിവൈസ് കൂടി ചെയ്യണം. ഓക്കെ. നിങ്ങള് കോൺസ്റ്റിറ്റ്യൂഷൻ എവിടം വരെയാണ് എടുത്തത്? കോൺസ്റ്റിറ്റ്യൂഷൻ എവിടം വരെ പഠിച്ചിട്ടുണ്ടായി? എടുക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ചോദിക്കാനാണ് എടുത്തത്. ആർട്ടിക്കിൾസ് എല്ലാം കഴിഞ്ഞോ? എവിടെ വരെയായി? എടുത്തത് നോക്കാൻ പോയതാണോ?
ഇവിടെ പോയി എല്ലാവരും. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചിട്ടാണ്, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ്. ഈ പഴശ്ശി കലാപത്തിലും കുറിച്യ കലാപത്തിലും ഒതുങ്ങുന്നത് മാത്രമല്ല കേട്ടോ പ്രസ്ഥാനങ്ങള്. ഇനിയും ഒരുപാട് ടോപ്പിക്സുകൾ നമുക്ക് ഇനി കവർ ചെയ്യാനുണ്ട്. എന്റെ ആദ്യത്തെ ക്ലാസ് ആണ്, പറഞ്ഞൊരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് ഞാൻ ഈ ടോപ്പിക് എടുത്ത് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനിയുള്ള കലാപങ്ങൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് തന്നെയാണ്. കാരണം PSC ആവർത്തിച്ചു ചോദിക്കുന്ന ഭാഗങ്ങളാണ് സ്റ്റഡി ഭാഗങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. കലാപങ്ങൾ ഒരിക്കലും PSC മറക്കില്ല. PSC കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളിൽ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻസ് PSC ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ വന്നിട്ടുള്ള ഒരു ട്രെൻഡ് നിങ്ങൾക്ക് അറിയാലോ, പ്രസ്താവന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ എന്താണ്, നിങ്ങൾ അതിൻ്റെതായ രീതിയിൽ അത് പഠിച്ചിരിക്കണം. ആ കാര്യം പഴശ്ശി വിപ്ലവം മാത്രമല്ല, ഏത് കലാപമായാലും അതിന്റെ പുറകെയുള്ള ഭാഗങ്ങൾ, കണ്ടന്റ് എന്ന് നടന്നത് മാത്രമല്ല, അതിന്റെ കണ്ടന്റ് കംപ്ലീറ്റ് പഠിച്ചത് മാത്രമേ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. പിന്നെന്താണ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് പഠിക്കുക. നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സാരിട്ട് തരുന്നുണ്ടോ? എങ്ങനെയാണ്? ഇല്ലെങ്കിൽ നമുക്കിപ്പോ യൂട്യൂബ്സിലും അല്ലാതെ തന്നെ അവൈലബിൾ ആണ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് പഠിക്കുക, എക്സാം എഴുതി പഠിക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്ക് ടൈം മാനേജ്മെന്റ് കിട്ടും. കൃത്യമായ രീതിയിൽ ആൻസറിലേക്ക് എത്താനുള്ള ഒരു വഴി എന്താന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് വർക്ക് ചെയ്യണം. വർഷങ്ങള്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർഷങ്ങള് കൃത്യമായ രീതിയിൽ എഴുതി വെക്കും. ഇപ്പൊ പറഞ്ഞ പോലെ കാര്യങ്ങൾ ഇപ്പൊ ഇന്ന് ക്ലാസ് കഴിഞ്ഞ ശേഷം നിങ്ങൾ പഴശ്ശി വിപ്ലവത്തിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം നിങ്ങളൊരു നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങൾ എഴുതാം. നിങ്ങളുടേതായ നോട്ടിൽ നിങ്ങൾ എന്തൊക്കെ അധികം മനസ്സിലാക്കി, ഇതെന്താണെന്നുള്ളത് നിങ്ങളുടെ ഒരു ഇതുണ്ടാവുമല്ലോ, അതനുസരിച്ച് നിങ്ങൾ എഴുതാം. ഇത് ബാക്കി കിട്ടുന്ന നോട്ട്സ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. ഞാനാണ് വരുന്നെങ്കിൽ ഞാൻ തന്നെ, സാറാണെങ്കിൽ സാറ് ചോദിക്കും. അപ്പൊ നന്നായിട്ട് പഠിക്കുക എല്ലാവരും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. നോട്ട്സ് കിട്ടുമെന്നുള്ള പേടിയൊന്നും വേണ്ട, നോട്ട്സ് അയച്ചു തരും. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ നിങ്ങൾക്ക്? മിസ്സിന്റെ ക്ലാസ് ഏത് ദിവസമായിരിക്കും? ക്ലാസ് ഇനിയിപ്പോ ശനിയാഴ്ച ആയിരിക്കുള്ളൂ കേട്ടോ. സാറ് വരുന്നത് മിക്കവാറും ഞാൻ തന്നെ ആയിരിക്കും. സാറ് തരുന്ന നോട്ട്സുകൾ PDF ആയിട്ടല്ലേ തരുന്നത്? എങ്ങനെയാണ്? PDF ആണ്. PDF. നിങ്ങൾ പഠിക്കുന്നുണ്ടോ അത്? തരുന്ന നോട്ട്സുകൾ പഠിക്കണം കേട്ടോ. എവിടം വരെ ആയി? ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് ഭാഗമാണെന്ന് നിങ്ങൾ പറഞ്ഞില്ല, ഞാൻ ചോദിച്ചിട്ട്. എവിടം വരെ ഇപ്പൊ എടുത്തു സാറ്? പൗരാവകാശ സംരക്ഷണ നിയമം. എന്താണ്? പൗരാവകാശ സംരക്ഷണങ്ങൾ അല്ലേ? ഓക്കെ. അപ്പൊ മൗലികാവകാശ ആ ഭാഗങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? അതൊക്കെ കഴിഞ്ഞില്ലേ? അതൊക്കെ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഏതൊക്കെ ആർട്ടിക്കിൾ, ഏതൊക്കെ മൗലികാവകാശങ്ങളിൽ നിന്ന് എവിടെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിനുള്ളിൽ നിന്ന് 6 അവകാശങ്ങളിൽ നിന്നും വ്യക്തമായ രീതിയിൽ ചോദിക്കുക കേട്ടോ. ആർട്ടിക്കിൾസ് നമ്മള് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭാഗത്ത് ഏറ്റവും പ്രധാന ഭാഗമാണ് എന്റെ മൗലികാവകാശങ്ങൾ അല്ലെ? പാർട്ട് 3 വരുന്നതാണ്. അപ്പൊ അതിന് ഏത് ആർട്ടിക്കിൾ, ഇപ്പൊ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന്റെ കീഴിൽ കുറെ അവകാശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് വ്യക്തമായി നിങ്ങൾ പഠിച്ചിരിക്കണം. ഏത് ആർട്ടിക്കിളിൽ വരുന്നു. ചിലപ്പോ അങ്ങനെയായിരിക്കും, ഏത് ആർട്ടിക്കിൾ ആണെന്നല്ല ചോദിക്കുന്നത്, ഏതെങ്കിലും സിറ്റുവേഷൻ തന്നിട്ട് ഭരണഘടനയിൽ ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെടുത്തി നമുക്ക് ആൻസറിലേക്ക് എത്താം എന്ന രീതിയിലാണ്, ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെടുന്നു എന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കാം. അങ്ങനെയും പ്രതീക്ഷിക്കാം. ഡയറക്റ്റ് ആയിട്ട് ഈസി ചോദിക്കുന്നില്ല ഇപ്പൊ കേട്ടോ. നമുക്ക് ട്രെൻഡ് ഇങ്ങനെ മാറി മാറി വരികയാണ് അല്ലെ? നമ്മളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് ഇപ്പൊ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ചോദിച്ചാലും നമ്മൾ ആൻസറിലേക്ക് എത്തും എന്നുള്ള രീതിയിൽ, നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മളത് പഠിക്കാം. അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഇതുപോലെ തന്നെ തുടർന്ന് കലാപങ്ങൾ തന്നെയായിരിക്കും കേട്ടോ. കുറച്ചുകൂടി ക്ലാസ്സിൽ കുറച്ചുകൂടി ടോപ്പിക്കുകൾ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ട് എടുക്കാം. ഇതിപ്പോ ഈ 2 ടോപ്പിക്കിൽ മാത്രം വ്യക്തമായിരിക്കും. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഇത് മാത്രം എടുത്ത് പറഞ്ഞത് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻസിലും എല്ലാ എക്സാംസിലും ഇത് ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് നോട്ട്സിൽ തരുമ്പോൾ വ്യക്തമായി പഠിക്കുക.
ക്വസ്റ്റ്യൻ ചോദിക്കാം. എനിക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി നിങ്ങൾ അത്യാവശ്യം പറയുന്നത് ഇങ്ങോട്ട് ക്യാച്ച് ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം എന്തെങ്കിലും ഒരു ധാരണ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു കേട്ടോ. ആർക്ക് സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. കേരളത്തിലെ ആദ്യ ചരിത്ര എന്താണ് ദേശീയ പ്രസ്ഥാനം, ആദ്യ പ്രസ്ഥാനത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. ആദ്യത്തെ കലാപമാണ് പഠിച്ചത്. ബാക്കിയുള്ള കലാപങ്ങൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കണം കേട്ടോ. ഇതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. പക്ഷേ കലാപം നമ്മൾ പെട്ടെന്ന് ചോദിച്ചാൽ മാസ്റ്റർ ചെയ്താവുന്ന രീതിയിൽ പഠിക്കാം കേട്ടോ. ഇതിനെ കുറച്ചും കൂടി നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ട് അയക്കുന്നതായിരിക്കും. അപ്പൊ അതിന്റെ കാരണങ്ങള്, ഇയർ, ഏതൊക്കെ കാലഘട്ടത്തിൽ തുടങ്ങി ഏത് കാലഘട്ടം വരെ ഉണ്ടായിരുന്നു, അതുപോലെ രണ്ടാം പശുവിപ്ലവം എന്ന് തുടങ്ങിയെന്ന് വരെ ഉണ്ടായിരുന്നു, അതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായി പഠിക്കുക. അതിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരാണ്? ഓക്കെ, പിന്നെന്താ നമ്മൾ പഠിച്ചത്? പഴശ്ശിക്കലാപം കലാപം കൂടാതെ പഠിച്ചതാണ് എന്താ? കുറിച്ചറിവോട്ട് അല്ലെ? കുറിച്ച കലാപം എന്താണ്? ആദ്യത്തെ സംയുക്ത കലാപങ്ങളിൽ ഒന്നാണെന്ത്? ആദ്യത്തെ ഗോത്രവർഗ സമരങ്ങളിൽ ഒന്നാണ് കുറിച്ച കലാപം. അതിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. കുറിച്ച കലാപത്തെ കുറിച്ച് എന്താണ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളും അല്ലാതെ നിങ്ങൾക്ക് എവിടെ നിന്ന് കുറിച്ച കലാപത്തെ കുറിച്ച് ഇതിനെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നോട്ടുകൾ ഉൾപ്പെടുത്തി നിങ്ങൾ പഠിക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് എവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയാലും അതിനെല്ലാം ഉപകാരമാണ്. ഒന്നുമില്ല, ഇനി സംശയങ്ങളൊന്നുമില്ല. ഈ പഴശ്ശി കലാപത്തിൽ എടച്ചേനെ കുങ്കനെ കുറിച്ചിട്ട് പറയുന്നില്ലേ? ആ, ശരിക്കും അത് ആരായിട്ട് വരുന്നത്? ക്വസ്റ്റ്യൻ എങ്ങനെ? ആദിവാസി വിഭാഗത്തിൽപ്പെട്ട, അതായത് കുറിച്ച് നേതാക്കളിൽ പെടുന്ന ആൾക്കാരാണ് ആരെ? ഇടച്ചേര കുങ്കലും അതുപോലെ തന്നെ കൈതേരി അമ്പുനായരൊക്കെ എന്താണ് ഗോത്രവർഗത്തിൽപ്പെടുന്ന പഴശ്ശിരാജയെ സഹായിച്ച നേതാക്കളാണ് കേട്ടോ. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പോരാട്ടങ്ങൾക്ക് സഹായിച്ച നേതാക്കളാണ് ആര്? കൈതേരി അമ്പുനായർ, അതുപോലെ തന്നെ ഇടച്ചേര കുങ്കൻ, പിന്നെ ആരാണ്? പഴവൂർ രേവൻ നായർ. അങ്ങനെ പല വിധത്തില് പേരുകൾ വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് ആരൊക്കെ? ഇടച്ചേര കുങ്കനും അതുപോലെ തന്നെ കൈതേരി അമ്പുനായർ. പഴശ്ശി സൈന്യത്തെ സഹായിച്ച ആദിവാസി വിഭാഗങ്ങളാണ് ഇവർ കേട്ടോ. മനസ്സിലായോ? ദീപ്തി? ഓക്കെ മിസ്, മനസ്സിലായി. ഓക്കെ. തലക്കൽ ചന്ത ഏതിനാണ് പ്രധാനം? ഏത് യുദ്ധവുമായിട്ടാണ്? പനമര യുദ്ധം. പനമര യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് തലക്കൽ ചന്ത വരുന്നത്. ഓക്കെ. വെൺകോലൻ കീഴും 1000 വീട്ടിൽ കൊന്തപ്പനൊക്കെ ഏത് കലാപവുമായി ബന്ധപ്പെട്ടതാണ്? കുറിച്യർ കലാപം. കലാപം. ഓക്കെ, പേരുകൾ നന്നായിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി കുറിച്യർ കലാപം എന്നാണ് അടിച്ചമർത്തപ്പെട്ടത്? ഏത് വർഷമാണ്? 1812 മെയ് 8. അതേ സെയിം വർഷം തന്നെയാണ് കേട്ടോ. 1812 ഇത് തുടങ്ങിയത്. അവസാനിച്ചത് എന്നാണ് 1812 മെയ് 8 എന്ത് കുറിച്യർ കലാപം അവസാനിച്ചത്. കുറിച്യർ ലഹളയുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? രാമനമ്പിയാണ്. ഓക്കെ, അദ്ദേഹം ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ആളായിരുന്നോ? അല്ല. രാമനമ്പി ഏത് രാജവംശത്തിൽപ്പെടുന്ന ആളായിരുന്നു? പഴശ്ശിരാജയുടെ രാജവംശത്തിൽപ്പെടുന്ന ആളായിരുന്നു ആര്? രാമനമ്പി. ഇനി അവരുടെ മുദ്രാവാക്യം എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഇനി പഴശ്ശിരാജ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഹരിഹരൻ. അതിൽ അഭിനയിച്ചത് ശ്രീ മമ്മൂട്ടിയാണ്. ഓക്കെ. അദ്ദേഹം മരണമടഞ്ഞത് എന്നാണ്? ഏത് വർഷമാണ് അദ്ദേഹം മരണമടഞ്ഞത്? 1805 നവംബർ 30. ഓക്കെ, എവിടെ വെച്ചാണ് മരണമടഞ്ഞത്? മാനന്തവാടി മാവിലൻ തോടിലാണ് അദ്ദേഹം മരണമടഞ്ഞത്. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് വേറെ സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെ കുറച്ചുകൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ബാക്കി കലാപങ്ങൾ നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പൊ താങ്ക് യു.
നോട്ട്സ് അയച്ചേക്കാം കേട്ടോ. താങ്ക് യു മിസ്. താങ്ക് യു മിസ്.